നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ നടുക്കിയ ഒരു വാർത്തയായിരുന്നു പഞ്ചായത്ത് അംഗം എസ് ശ്രീജയുടെ ആത്മഹത്യ. സംഭവത്തിൽ CPM-നെതിരെ രൂക്ഷ വിമർശനമുയർത്തി ശ്രീജയുടെ ഭർത്താവ് ജയകുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. CPM സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ ശ്രീജയ്ക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തി. ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ജയകുമാറിന്റെ ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് V. വിജുമോഹൻ, പഞ്ചായത്ത് അംഗം ML കിഷോർ, KS ഷിജി കേശവൻ, മഹേഷ്, കുടുംബശ്രീ CDS അധ്യക്ഷ JR സുനിതകുമാരി എന്നിവർ നികൃഷ്ടമായ രീതിയിൽ ശ്രീജയെ ആക്ഷേപിച്ചുവെന്നും ഭർത്താവ് ജയകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ശ്രീജയ്ക്ക് 20 ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നും വായ്പയെടുത്ത് ഈ മാസം അത് കൊടുത്തു തീർക്കാൻ ഇരിക്കുകയായിരുന്നുവെന്നും ജയകുമാർ വെളിപ്പെടുത്തി. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു CPM ശ്രീജയെ അധിക്ഷേപിച്ചതെന്നാണ് ജയകുമാറിന്റെ പരാതി. എങ്ങനെ റോഡിൽ ഇറങ്ങുമെന്ന് ശ്രീജ തന്നോട് പലപ്പോഴായി ചോദിച്ചിരുന്നു. പക്ഷേ കുഴപ്പമില്ല, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ താൻ ശ്രമിച്ചു. തിങ്കളാഴ്ച രാത്രി മുതൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ വരെ ശ്രീജ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ കരയുകയായിരുന്നു. താൻ ജോലിക്ക് പോയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ശ്രീജ ആത്മഹത്യ ചെയ്തത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പക്കൽ നിന്നാണ് ശ്രീജ പണം കടം വാങ്ങിയത്. CPM-കാർക്ക് പണം കൊടുക്കാനില്ല, പഞ്ചായത്തിൽ നിന്ന് പൈസ എടുത്തിട്ടില്ല. എന്നിട്ട് മോശമായ രീതിയിലാണ് CPM സംസാരിച്ചത്. നാട് മുഴുവൻ ശ്രീജയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചുവെന്നും ജയകുമാർ വെളിപ്പെടുത്തുന്നു. 2 മാസം മുൻപ് അമിതമായി ഗുളിക കഴിച്ചതിന് ശ്രീജ ഒരാഴ്ച മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. ഇതിനുശേഷം ഭർത്താവിന്റെ കൊക്കോട്ടയില കാര്യോട്ടുള്ള കുടുംബ വീട്ടിലായിരുന്നു ശ്രീജയുടെ താമസം. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ശ്രീജ ഇവിടെ ജയിച്ചത്. കോട്ടയ്ക്കകം വാർഡിൽ മുൻ വൈസ് പ്രസിഡന്റ് O. ശൈലജയെ 392 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. ശ്രീജയ്ക്ക് 638 വോട്ട് കിട്ടിയപ്പോൾ ശൈലജയ്ക്ക് കിട്ടിയത് 246 വോട്ട്. NDA സ്ഥാനാർത്ഥി സൗമ്യയ്ക്ക് 85 വോട്ട്. 2010 ശൈലജയോട് ശ്രീജ പരാജയപ്പെടുകയും ചെയ്തു. എന്തായാലും ശ്രീജയുടെ മൃതദേഹവുമായി കഴിഞ്ഞ ദിവസം പാലം ജംഗ്ഷനിലെ 3 പ്രധാന റോഡുകൾ കോൺഗ്രസ് ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി. മരണത്തിന് ഉത്തരവാദികളായ പഞ്ചായത്ത് പ്രസിഡന്റ് V. വിജുമോഹൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രവർത്തകർ 1 മണിക്കൂറോളം ഗതാഗതം സ്തംഭിപ്പിക്കുകയും ചെയ്തു. CPM-ന്റെ കോട്ടയിൽ നിന്ന് ജയിച്ച ശ്രീജയുടെ രാഷ്ട്രീയ വളർച്ചയിൽ ഭയന്നാണ് നേതാക്കൾ അവരെ വേട്ടയാടിയതെന്നാണ് കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ ആരോപിച്ചത്. ഒരു സ്ത്രീയെ റോഡിലിട്ട് അധിക്ഷേപിച്ച് CPM കൊലയ്ക്ക് കൊടുത്തെന്ന് ബിന്ദു കൃഷ്ണ ആരോപിച്ചു. ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് V. വിജുമോഹൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം S. ശ്രീജയുടെ മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ പാലം ജംഗ്ഷനിലെ റോഡ് ഉപരോധിച്ചു. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം എത്തിച്ച മൃതദേഹവുമായി വൈകിട്ട് 5:45 പ്രവർത്തകർ റോഡിലിറങ്ങിയത്. കുറ്റക്കാരെ സംരക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുകയാണ് എന്ന് കോൺഗ്രസ് ആരോപിച്ചു. മാത്രമല്ല മൃതദേഹവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ നീങ്ങുകയും ചെയ്തു. സ്റ്റേഷൻ ഗേറ്റിന് മുന്നിൽ തമ്പടിച്ച പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. ശ്രീജയുടേത് ആത്മഹത്യയല്ല, CPM നടത്തിയ കൊലപാതകമാണെന്നും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുകയുണ്ടായി. ഏതാനും നാളുകളായി CPM അവരെ വ്യക്തിപരമായി ആക്രമിക്കുകയായിരുന്നു. സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ CPM വേട്ടയാടി. പണം കടം നൽകിയവർക്ക് ഈ മാസം 30-നകം തിരികെ കൊടുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പണം വാങ്ങി പ്രശ്നം അവസാനിപ്പിക്കാൻ അവർ തയ്യാറുമായിരുന്നു. അതിനിടെയാണ് പ്രശ്നം വഷളാക്കാൻ ലക്ഷ്യമിട്ട് CPM പൊതുയോഗം സംഘടിപ്പിച്ചതെന്നും കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചു. ആര്യനാട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട പൊട്ടൻചിറ വാർഡിലെ കുടുംബശ്രീ അംഗങ്ങൾ അറിയാതെ മുൻ സെക്രട്ടറി ലിങ്കേജ് വായ്പ എടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുൻപ് സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ ശ്രീജയുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യത്തിലാണ് CPM അവരെ ഉന്നമിട്ടത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പ്രതികരണവുമായി വന്നിട്ടുണ്ട്. ആര്യനാട്ട് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം S. ശ്രീജയെ CPM അപമാനിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വാളുകൊണ്ട് മാത്രമല്ല വാക്കുകൊണ്ടും ആളെ കൊല്ലാമെന്ന് CPM വീണ്ടും തെളിയിക്കുകയാണ്. CPM അപമാനിച്ചു കൊലപ്പെടുത്തിയ ADM നവീൻ ബാബുവിനെ കേരളം ഇനിയും മറന്നിട്ടില്ല. അതിന്റെ തുടർച്ചയാണിത്. ക്രൂരമായ രാഷ്ട്രീയ ആൾക്കൂട്ട കൊലപാതകമാണിത്. അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ച് പോസ്റ്റർ പതിക്കുകയും യോഗം വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ശ്രീജ ജീവനൊടുക്കിയത്. ശ്രീജ തന്റെ വസ്തുക്കൾ വിറ്റ് സാമ്പത്തിക ബാധ്യത തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു സംഭവവികാസം അരങ്ങേറിയത്. വനിത എന്ന പരിഗണന പോലും നൽകാതെയാണ് അവരെ മാനസികമായി പീഡിപ്പിച്ചത്. പൊതുയോഗം വിളിച്ച് അധിക്ഷേപിച്ചവർക്കെതിരെയും പോസ്റ്റർ ഒട്ടിച്ചവർക്കെതിരെയും ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.